നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫിസിക്സുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സാണ്. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്നവ ഏവ എന്നതാണ് ചോദ്യം. ഓക്കെയാണേ. ഒന്നാമത്തെ പോയിൻ്റാണ് വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. അതെ, അതെന്താണെടാ? ശരിയാണ്. നോക്ക്, കോൺകേവ് ദർപ്പണം വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. അതുപോലെ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. അതും ശരിയാണ്. ഇനി അതുപോലെ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു എന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും എന്താടാ? ശരിയാണ്. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ എന്താണ്? ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവയിലൊന്നുമല്ല. അപ്പോൾ ഈ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മളിത് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള 2-3 പോയിന്റുകൾ പഠിച്ചു വെച്ചേക്കണം. ഒന്നാമത്തെ കോൺകേവ് ദർപ്പണം. ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്താണ്? റിയലാണ്, യഥാർത്ഥമാണ് കേട്ടാ. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് റിയലാണ്. മുഖ്യ ഫോക്കസ് റിയലായത് കൊണ്ട് തന്നെ ഇവൻ റിയൽ ഇമേജ് ഉണ്ടാക്കും. ഓക്കെയാണ്. ഇവൻ എന്ത് ഇമേജ് ഉണ്ടാക്കൂടാ? റിയൽ ഇമേജ് ഉണ്ടാക്കും, അതായത് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കും. അതുകൂടാതെ ഈ മുഖ്യ ഫോക്കസ് റിയലായവന്മാരെല്ലാം റിയൽ ഇമേജും ഉണ്ടാക്കും, അതുപോലെ വെർച്വൽ ഇമേജ് മിഥ്യാ പ്രതിബിംബവും ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ കാര്യം പഠിച്ചു വെച്ചേക്കാം. മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്, അവൻ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കും, മിഥ്യാ പ്രതിബിംബവും ഉണ്ടാക്കും. ഇനി ഈ പറയുന്ന യഥാർത്ഥ പ്രതിബിംബങ്ങൾ എല്ലായ്പ്പോഴും തലകീഴായതാണ്. മിഥ്യാ പ്രതിബിംബം എല്ലായ്പ്പോഴും നിവർന്നതാണ്. നമ്മളൊരു വസ്തു യഥാർത്ഥ വസ്തു എന്നൊക്കെ സാധാരണഗതിയിൽ പറയുമ്പോൾ നമ്മൾ വസ്തുവിൻ്റെ അതേ സൈസ് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. എന്നാൽ ദർപ്പണങ്ങളുടെയും ലെൻസുകളുടെയും കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രതിബിംബം അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങൾ എന്ന് നമ്മളെന്താണ് സിമ്പിളായിട്ട് പറയും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, യഥാർത്ഥത്തിൽ 2 പ്രകാശരശ്മികൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബം. അത്രയേ ഉള്ളൂ കേട്ടോ. യഥാർത്ഥത്തിൽ റിയലായിട്ട് എന്താണ് രണ്ട് പ്രകാശരശ്മികൾ വരുന്നു, അത് രണ്ടും എന്താണ് റിയലായിട്ട് യഥാർത്ഥമായിട്ട് കൂട്ടിമുട്ടി ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളാണ് എന്ത്? യഥാർത്ഥ പ്രതിബിംബം. ഓക്കെ. അവിടെ വസ്തുവിനേക്കാൾ വലുതോ ചെറുതോ തലകീഴായത് അങ്ങനെ ഒന്നും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല, പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ റിയൽ ഇമേജ് എല്ലായ്പ്പോഴും എന്താണെടാ? തലകീഴായതാണ്. മിഥ്യാ പ്രതിബിംബം എല്ലായ്പ്പോഴും എന്താണ്? നിവർന്നതാണ്. ഇനി കോൺവെക്സ് ദർപ്പണം ഉണ്ടല്ലോ, കോൺവെക്സ് ദർപ്പണം. ആ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. ഓക്കെ. മുഖ്യ ഫോക്കസ് മിഥ്യയാണെങ്കിൽ അവനെ കൊണ്ട് ഒരിക്കലും യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അവൻ മിഥ്യാ പ്രതിബിംബം മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ അവൻ ഉണ്ടാക്കുന്ന ഇമേജ് എന്താണ്? മിഥ്യയാണ്. വെർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കൂ. ഇനി ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ എന്താണ് 10th ലെവൽ പ്രിലിംസിന് വേണ്ടി പഠിക്കാമേ. അത് 10th ലെവൽ പ്രിലിംസിന് വേണ്ടി മാത്രമാണ് പറയുന്നത് കേട്ടോ. പിന്നീട് നമ്മുടെ SCRT ക്ലാസ്സുകളിൽ ഈ പറയുന്ന ലെൻസ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് ക്ലാസ് ഇട്ടേക്കും. കോൺകേവ് ദർപ്പണം. ഈ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ സൈസ് വസ്തുവിൻ്റെ അതേ വലിപ്പമാകാം, വസ്തുവിനേക്കാൾ ചെറുതാകാം, വസ്തുവിനേക്കാൾ വലുതാകാം. അപ്പോൾ ഇവിടെ നമുക്ക് കോൺകേവിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. അപ്പോൾ മുഖ്യ ഫോക്കസ് യഥാർത്ഥമായതുകൊണ്ട് അവ യഥാർത്ഥ ഇമേജ് ഉണ്ടാക്കും, അതുപോലെ തന്നെ മിഥ്യാ പ്രതിബിംബവും ഉണ്ടാക്കും. ഇനി അവൻ്റെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ പറയുമ്പോൾ അത് വസ്തുവിനേക്കാൾ വലുതാകാം, വസ്തുവിനേക്കാൾ ചെറുതാകാം, വസ്തുവിൻ്റെ അതേ സൈസാകാം. എന്നാൽ കോൺവെക്സ് ദർപ്പണം ഉണ്ടല്ലോടാ, ആ കോൺവെക്സ് ദർപ്പണത്തിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, അവിടെ എല്ലായ്പ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം. ആ പ്രതിബിംബം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? മിഥ്യയാണല്ലേ. മിഥ്യയാണെങ്കിൽ അത് നിവർന്നതുമാണ്. ഇതാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതേ. ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അടുത്ത വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് എന്നാണ്. അപ്പം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് പുറകിൽ നിന്നുള്ള ഒരുപാട് കാഴ്ചകൾ കാണണം അല്ലേ. അപ്പം പുറകിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ തൊട്ട് പുറകെ ഏതെങ്കിലും വണ്ടിയുണ്ടോ, അതിന് പുറകിലുണ്ടോ വണ്ടിയുണ്ടോ എന്നൊക്കെ നമുക്കറിയണം. അപ്പോൾ എന്താ നോക്കടാ, നമ്മൾ ഉപയോഗിക്കുന്ന ദർപ്പണം എല്ലായ്പ്പോഴും വീക്ഷണ വിസ്തൃതി കൂടിയ ദർപ്പണമാണ്. നമ്മളെപ്പോഴും എന്താണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വീക്ഷണ വിസ്തൃതി കൂടിയ ദർപ്പണമാണ് കേട്ടോ. അപ്പോൾ എന്താണ് വീക്ഷണ വിസ്തൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന
ദൃശ്യമാനവികതയുടെ പരമാവധി. ഇപ്പോൾ ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധിയെ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളൊരു ദർപ്പണം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താണ് നമുക്ക് പുറകിലുള്ള തോന്നിയ കാഴ്ചകൾ കാണാൻ സാധിക്കണം. അങ്ങനെയുള്ള ദർപ്പണങ്ങളാണ് എന്ത്? വീക്ഷണ വിസ്തൃതി കൂടിയ ദർപ്പണം. അത്തരത്തിൽ വീക്ഷണ വിസ്തൃതി കൂടിയ ദർപ്പണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ദർപ്പണമാണ് കേട്ടോ. ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? കോൺവെക്സ് ദർപ്പണം. ഇനി കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്ന മറ്റ് സാഹചര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലാമ്പ് ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലാമ്പ്. ആ സ്ട്രീറ്റ് ലാമ്പിൻ്റെ റിഫ്ലക്റ്ററായിട്ട് നമ്മൾ ഏതിനെ ഉപയോഗിക്കുന്നു? സ്ട്രീറ്റ് ലാമ്പിൻ്റെ റിഫ്ലക്റ്ററായിട്ട് നമ്മൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, സ്ട്രീറ്റ് ലാമ്പിൻ്റെ റിഫ്ലക്റ്ററായിട്ട്. ഇനി അടുത്തതാണ് കോൺകേവ് ദർപ്പണം. ഇപ്പം കോൺകേവ് ദർപ്പണം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ചോദിച്ചാൽ ഒന്ന് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ മേക്കപ്പ് മിററായിട്ട് ഉപയോഗിക്കുന്നു. ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ ഒക്കെയാണ് ഷേവിങ്ങിനും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത്? കോൺകേവ് ദർപ്പണം. അത് അടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇമേജ് വലുതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു ഈ പറയുന്ന കോൺകേവ് ദർപ്പണത്തിൽ വസ്തുവിനേക്കാൾ വലുതും അതുപോലെ ചെറുതും വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പറയുന്ന പ്രതിബിംബങ്ങളൊക്കെ രൂപീകരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കോൺവെക്സ് ദർപ്പണം നമ്മൾ അടുത്തൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഫേസൊക്കെ വളരെ വലുതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇനി അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സ് ഹെഡ് മിററായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഡെന്റിസ്റ്റുകളും അതുപോലെ ENT ഡോക്ടർമാരൊക്കെ എന്താണ് ഈ പറയുന്ന തലയിലൊക്കെ എന്താണ് ഒരു മിറർ പോലെ ഒരു സാധനം വെച്ചിട്ട് നോക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ. അതാണ് ഇത് ഡോക്ടേഴ്സ് ഹെഡ് മിററായിട്ട് യൂസ് ചെയ്യുന്ന ദർപ്പണം ഏത് എന്ന് ചോദിച്ചാൽ അത് കോൺകേവ് ദർപ്പണമാണ് കേട്ടോ. കോൺകേവ് ദർപ്പണം. നമ്മൾ ടോർച്ച് ഉണ്ടല്ലോ, ഇപ്പം ടോർച്ച് താണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ടോർച്ചിൻ്റെ സൈഡ് വരയ്ക്കുകയാണ്. അപ്പം ടോർച്ച് ഇങ്ങനെയാണ് സാധാരണ ടോർച്ച് ഇരിക്കുന്നത്. ഇവിടെയാണ് ഇത് ടോർച്ചിൻ്റെ ബൾബ് കേട്ടോ. അപ്പം ടോർച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇവിടെ നിന്നും പ്രകാശം താണ്ട് ഇങ്ങനെ ബീമായിട്ടാണ് പോണത്. അപ്പം ഈ പറയുന്ന ടോർച്ചുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കോൺകേവ് ആണ്. അതുപോലെ സെർച്ച് ലൈറ്റുകൾ ടോർച്ച്, സെർച്ച് ലൈറ്റ്. ഇനി ഫിലിമിൻ്റെ പ്രൊജക്ടർ ഉണ്ടല്ലോ, ഫിലിം പ്രൊജക്ടർ, അതിലുപയോഗിക്കുന്ന ദർപ്പണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതും കോൺകേവ് ദർപ്പണമാണ് കേട്ടോ, കോൺകേവ് ദർപ്പണമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സോളാർ കുക്കറിൽ പ്രയോജനപ്പെടുത്തുന്നതും ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് നമ്മൾ സോളാർ കുക്കറിലും പ്രയോജനപ്പെടുന്നത്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ച വേറൊരു PQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോളാർ കുക്കറിൽ ഏത്? കോൺകേവ് ദർപ്പണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ കോൺകേവ് ദർപ്പണമാണോ കോൺവെക്സ് ദർപ്പണമാണോ അതിനകത്ത് ഇരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ഉള്ളതാ. ഇപ്പം ഏതെങ്കിലുമൊക്കെ ഒരു കേസിൻ്റെ ഇപ്പം ടോർച്ചൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ എന്താണ് മുകളിലുള്ള ലെൻസ് തടവി വെക്കണം. ലെൻസ് ഇങ്ങനെ തടവി നോക്കുന്ന സമയത്ത് ലെൻസ് പുറത്തോട്ട് തള്ളിയിരിക്കുകയാണെങ്കിൽ അതിനകത്തെ ദർപ്പണം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഇനി സമതല ദർപ്പണം. നമ്മൾ സാധാരണ സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇത് സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് അല്ലേ. സമതല ദർപ്പണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു എന്താണ് ദർപ്പണത്തിന് മുന്നിൽ എത്ര അകലെയാണോ, അപ്പോൾ ഇവിടെയാണ് ദർപ്പണം ഇരിക്കുന്നതെങ്കിൽ വസ്തു ദർപ്പണത്തിന് മുന്നിൽ എത്ര അകലെയാണോ അത്രയും പിന്നിൽ എന്താണ് ദർപ്പണത്തിന് പുറകിൽ പ്രതിബിംബം കിട്ടും. ആ പ്രതിബിംബം എല്ലായ്പ്പോഴും നിവർന്നതും മിഥ്യയുമായിരിക്കും കേട്ടോ. അതെല്ലായ്പ്പോഴും നിവർന്നതും മിഥ്യയുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. 10th ലെവൽ പ്രിലിംസ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്.